ചികിത്സാ പിഴവ് ആരോപിച്ച് നാദാപുരം താലൂക്ക് ആശുപത്രി അധികൃതർക്കെതിരെ ഗുരുതര പരാതിയുമായി ഒരു കുടുംബം രംഗത്ത്. ചികിത്സയിലിരിക്കെ മരുന്ന് മാറി നൽകിയതിനെ തുടർന്ന് കല്ലാച്ചി വിഷ്ണുമംഗലം സ്വദേശി തെക്കേമേത്തലെ കണ്ടിയിൽ ചന്ദ്രൻ മരണപ്പെട്ടതെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. അനാസ്ഥ കാട്ടിയ ജീവനക്കാർക്കെതിരെ കർശന നടപടി വേണമെന്ന ആവശ്യവുമായി നാട്ടുകാരും ജനപ്രതിനിധികളും രംഗത്തെത്തി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് മരണപ്പെട്ട കല്ലാച്ചി സ്വദേശി ചന്ദ്രന്റെ മരണം വെറുമൊരു മരണമല്ല, മറിച്ച് നാദാപുരം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സാ പിഴവിന്റെ ഇരയാണെന്നാണ് ബന്ധുക്കൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ മാസം 22 മുതൽ നാദാപുരം ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ചന്ദ്രൻ. ചികിത്സയ്ക്കിടെ മറ്റൊരു രോഗിക്ക് നൽകേണ്ട മരുന്ന് മരണപ്പെട്ട ചന്ദ്രന് നൽകിയെന്നാണ് ബന്ധുക്കളുടെ പരാതി. അബോധാവസ്ഥയിലായ ചന്ദ്രനെ 26-ന് വീണ്ടും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. ബന്ധുക്കൾ മരുന്ന് മാറിയെന്നാരോപിച്ച് താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിന് പരാതി നൽകി. ഇതിനിടയിലാണ് ചന്ദ്രൻ ജൂലൈ 1-ന് പുലർച്ചെ മരണപ്പെടുന്നത്. കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും CPM ലോക്കൽ കമ്മിറ്റി നേതാവ് KP കുമാരൻ ആവശ്യപ്പെട്ടു. ഗുരുതരമായ ചികിത്സാ പിഴവ് മൂലമാണ് നാദാപുരം താലൂക്ക് ആശുപത്രിയിൽ നിന്നും ഒരു ജീവൻ നഷ്ടപ്പെടാനിടയായത്. ഇത് നാദാപുരം താലൂക്ക് ആശുപത്രിയിലെ അവസാനത്തെ സംഭവമായി മാറണം. അതിന് സർക്കാരും ആരോഗ്യവകുപ്പും ശക്തമായ നടപടി സ്വീകരിക്കണം. അതുപോലെ തന്നെ നിരാലംബരായ ആ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടി സർക്കാർ തയ്യാറാണ്. മരണത്തിന് തൊട്ടു മുൻപ് മകൾ ഗാന പങ്കുവെച്ച വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാകെ നൊമ്പരമായി മാറുകയാണ്. അച്ഛനോ പോയി, ഇനി മറ്റാർക്കും ഈ ഗതി വരരുത്. ചികിത്സാ പിഴവിൽ അച്ഛനെ നഷ്ടമായ മകൾ ഗാനയുടെ വാക്കുകൾ ഏവരെയും നൊമ്പരപ്പെടുത്തുന്നതായി. അച്ഛന് ഫുഡ് കഴിക്കാനുള്ള ബുദ്ധിമുട്ടായിട്ടായിരുന്നു നാദാപുരം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അവിടുന്ന് ഡ്രിപ്പ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചൊവ്വാഴ്ച അഡ്മിറ്റായി. ഡ്രിപ്പ് കാര്യങ്ങളൊക്കെ ഇട്ട് വെള്ളിയാഴ്ച ആകുമ്പോഴേക്ക് അച്ഛൻ ബാക്ക് ടു നോർമലിലേക്ക് വന്നു. കുറച്ച് ഫുഡ് കഴിക്കാൻ തുടങ്ങി, വെള്ളമൊക്കെ കുടിക്കാൻ തുടങ്ങി. അപ്പോഴേക്ക് ശനിയാഴ്ച ഉറക്ക ഗുളിക കൊടുത്തു. ഉറക്ക ഗുളിക കൊടുത്തതിന് ശേഷം പിന്നീട് എണീറ്റിട്ടില്ല. പിന്നീട് അത് 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഉറക്കായിരുന്നു. അതിനുശേഷം അപ്പൊ ഞാൻ സിസ്റ്ററോട് ചോദിച്ചു, ഇത് എന്തിന്റെ ടാബ്ലറ്റ് ആണെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ഉറക്ക ഗുളിക എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, അതെന്തിനാ ഉറക്ക ഗുളിക കൊടുത്തത്? ഉറക്ക ഗുളികന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു, ഉറക്കിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നില്ലല്ലോ, എന്തിനാ കൊടുത്തതെന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു എഴുതിയ ഡോക്ടർ വരട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ റൗണ്ട്സിന് വരുന്ന ഡോക്ടറെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എന്തിനാ എഴുതിയെന്നുള്ളത്. അപ്പൊ അവരും പറഞ്ഞു എഴുതിയ ഡോക്ടർ വരട്ടെ. പിന്നീട് എഴുതിയ ഡോക്ടർ വരുന്നത് ചൊവ്വാഴ്ചയാണ്. അപ്പൊ ഡോക്ടറോട് ഞാൻ ചോദിച്ചു അതിന്റെ റീസൺ എന്തായിരുന്നു ഉറക്ക ഗുളിക എഴുതാനുള്ളത്. അപ്പൊ ഡോക്ടർ ഒരു റീസൺ ഒന്നും പറയുന്നില്ല. അപ്പൊ ഞാൻ അങ്ങോട്ട് ചോദിച്ചു, അപ്പുറത്തെ ബെഡിലും സെയിം നെയിമുള്ള പേഷ്യന്റ് തന്നെയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു അവർക്ക് എഴുതാനുള്ള മരുന്ന് മാറിയിട്ട് എഴുതിയതാണോ എന്നുള്ളത് ചോദിച്ചു. അപ്പൊ ഡോക്ടർ അതിന് ഒരു ആൻസർ പറഞ്ഞില്ല. അതിന് ആൻസർ പറയുന്നതിന് പകരം എന്റെ മുന്നിൽ വെച്ചിട്ട് തന്നെ അച്ഛന്റെ ക്യാഷ് ഷീറ്റിലെ ആ ഒരു എഴുതിയ ടാബ്ലറ്റ് അത് അവര് വെട്ടിക്കളഞ്ഞു. എന്നിട്ട് അപ്പോഴേക്ക് അച്ഛന് കുറച്ച് സീരിയസ് ആയി. അപ്പോൾ അവര് അവിടുന്ന് വേറെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയി. അവിടുന്ന് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തപ്പോ അച്ഛന് ന്യൂമോണിയ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അവിടുന്ന് അതിന്റെ ട്രീറ്റ്മെന്റ് തുടങ്ങി. അപ്പോഴേക്കും ആള് നല്ല ടയർഡായിരുന്നു. പിന്നീട് ഇന്നലെ ആകുമ്പോഴേക്ക് അത് കഴിഞ്ഞു.